എല്ലാവർക്കും നമസ്കാരം. ഐ അയ്യോ എഫ് പി ഞാൻ എച്ച് 2005 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആർ സുജാത, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, തൃശൂർ ഹോമിയോപ്പതി വകുപ്പ്, കേരള. 35 വർഷത്തിലധികം ചികിത്സാ പരിചയം, വിവിധ വിഷയങ്ങളിൽ വിവിധ സംഘടനകളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. വന്ധ്യതയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ 1ാം ഭാഗം നമുക്ക് നേരത്തെ ക്ലാസ് എടുത്തിരുന്നു. ഇന്ന് ഡോക്ടർ അതിൻ്റെ ബാക്കിയായി വന്ധ്യതയും ഹോമിയോപ്പതിയും ചികിത്സാനുഭവങ്ങൾ എന്ന വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിലേക്കായി ഡോക്ടർ ആർ സുജാതയെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുജാത ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച എൻ്റെ സംഘാടകരോട് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് വന്ധ്യത, അതിലെ എൻ്റെ ചികിത്സാനുഭവങ്ങൾ എന്നുള്ളതാണ്. എൻ്റെ കുറച്ച് സ്വന്തം അനുഭവങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് കുറച്ച് കേസുകൾ, പ്രധാനമായിട്ടും നമുക്ക് മോഡേൺ മെഡിസിനിൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായ ലോ AMH, അങ്ങനെ ഹോർമോൺ കംപ്ലൈൻസിൽ നമുക്കറിയാം ഹോമിയോപ്പതിയിൽ വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഡിസിൻസ് നമുക്ക് എന്തായാലും ഫലപ്രാപ്തി ലഭിക്കുന്ന രീതിയിൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു 5-8 കേസുകൾ ഞാനിവിടെ പ്രസന്റ് ചെയ്യാണ്. ഫസ്റ്റ്, ഒരു പ്രൈമറി ഇൻഫെർട്ടിലിറ്റി. ഏജ് 22 years, married 2 years back, living togetherness also 2 years. അവരുടെ ഫസ്റ്റ് വിസിറ്റ് നവംബർ 2020 ആയിരുന്നു. പ്രസന്റിങ് ഇൽനെസ് ഓൺലി അമിനോറിയ. അപ്പോൾ പഴയ നമ്മൾ മെൻസ്ട്രൽ ഹിസ്റ്ററി കേസ് എടുക്കുമ്പോൾ 2019 അവർക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ പീരീഡ് വന്നിട്ടുള്ളൂ. ഓൺലി വൺസ്. ഞാൻ ഔട്ടായാലും ശ്രദ്ധിക്കണേ. 2020 ഓൺലി വൺസ്. ദെൻ USG, അഡ്വൈസ് USG. അങ്ങനെ ചെയ്തപ്പോൾ USGയിൽ PCOS, അതുപോലെ എൻഡോമെട്രിയം വെരി തിൻ, 2 to 3 millimeter. ജസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ കേസൊക്കെ എടുത്ത് മൈൻഡ് ഏകദേശം എനിക്കൊരു ഇങ്ങനത്തെ ഹോർമോണൽ പ്രോബ്ലം ഉള്ള കേസിൽ നമുക്കറിയാം എൻഡോമെട്രിയൽ തിക്നെസ് 2 to 3 millimeter, മെൻസ്ട്രേഷൻ 1 year ഓൺലി വൺസ് അല്ലെങ്കിൽ ട്വൈസ്. അങ്ങനെ വരുന്ന കേസുകളിൽ സാധാരണ രീതിയിൽ എൻഡോമെട്രിയൽ തിക്നെസ് വളരെയധികം കൂടി പോകണം. പക്ഷേ ഈ കേസിൽ എൻഡോമെട്രിയൽ തിക്നെസ് 2 to 3 millimeter എന്ന് വെച്ചിട്ട് നമുക്ക് ഹോർമോണൽ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് എന്തായാലും അത് നിശ്ചയമായി. അപ്പോൾ നമ്മൾ USG ചെയ്തപ്പോൾ നമുക്ക് തിക്നെസ് 2 to 3 millimeter വളരെ തിന്നായതുകൊണ്ട് ഒരു സാധ്യതയില്ല മെൻസസ് അപ്പിയർ ചെയ്യാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് പൾസെറ്റില എലോങ് വിത്ത് സെനേഷ്യോ ഓറിയസ് ടിഞ്ചർ. സെനേഷ്യോ ഒരു നല്ല റെമഡിയാണ്. എനിക്ക് പല കേസുകളിലും നമുക്ക് അമിനോറിയയിൽ ബ്ലൈൻഡായിട്ട് കൊടുക്കാവുന്ന ഒരു റെമഡിയും കൂടിയാണ് സെനേഷ്യോ. 20 drops TDS, ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇത് കൊടുക്കാറുള്ളത്. അങ്ങനെ പീരീഡ് 2021 വരെ വന്നില്ല. എഗെയിൻ USG ചെയ്തപ്പോൾ
സ്മോൾ യൂട്രസ് പൾസെറ്റില കൊടുത്തതിന്റെ നമ്മൾ മൈൻഡ് വെച്ചിട്ടാണ് പൾസെറ്റില കൊടുത്തത്. വെരി സെൻസിറ്റീവ് പേഴ്സണാലിറ്റി, പൾസിന്റെ എല്ലാ സിംറ്റംസും ഉണ്ട്. അവിടെ ചേഞ്ച് കണ്ടത് ആഫ്റ്റർ 6 to 8 months എൻഡോമെട്രിയൽ തിക്നെസ് 5 millimeter ആയി. 5 millimeter. അപ്പൊ നമ്മൾ മെൻസ്ട്രൽ ഹിസ്റ്ററി നമ്മൾ അതായിട്ട് നോക്കുകയാണെങ്കിൽ 2019 ഓൺലി വൺസ്, 2020 ഓൺലി വൺസ് മെൻസസ് അപ്പിയേർഡ്. ബട്ട് 2021 ആയപ്പോഴേക്കും അത് 3 times 4 times അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് വന്നു. മെഡിസിൻ ഞാൻ ആകെ ചേഞ്ച് ചെയ്തത് അതിന്റെ പൊട്ടൻസി മാത്രമായിരുന്നു. 1M 10M CM വരെ അത് ആ കേസിൽ കൊടുക്കേണ്ടി വന്നു. 2022 ആയപ്പോഴേക്കും ഈ പേഷ്യന്റ് മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അഗെയിൻ ആഫ്റ്റർ 1 year പേഷ്യന്റ് വന്നു. അപ്പോൾ നമ്മൾ അഗെയിൻ വന്നപ്പോൾ ആ ഇയറിൽ 4 times പീരീഡ് ആയി. 2021 വീണ്ടും ഹോർമോണൽ ഹോർമോൺ എല്ലാം ചെക്ക് ചെയ്തു. FSH LH എല്ലാം നോർമലായി. അപ്പൊ നമുക്കറിയാം എല്ലാം നോർമലിലോട്ട് വരുമ്പോൾ പീരീഡ്സ് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടഡ് ഓവറിനം 3x കൊടുത്തു, അതിനുശേഷം 1M കൊടുത്തു, ഫോളോഡ് ബൈ PCOS എന്നുള്ള ഹിസ്റ്ററി വെച്ചിട്ട് ഓറം യൂറം നാട്രോനാറ്റം അതും കൊടുത്തു. കണ്ടിന്യൂഡ് അപ് ടു December 2022, followed by irregular periods. USG on 2022 normal, multifollicular right ovary, periods regular in the year 2023. She became pregnant I think on February 2024 after 3 years. Beta HCG is 1,15,098. ഒരു 3 to 5 weeks ആയപ്പോഴേക്കും തന്നെ ബീറ്റാ HCG അത്ര റേഞ്ച് ആയി. ഷീ ഡെലിവേർഡ് എ ബേബി ഗേൾ. അതിൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള കേസിൽ എൻ്റെ ഒരു അനുഭവം എന്താണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മൈൻഡ് വെച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്കതിൽ നല്ല റിസൾട്ട് കിട്ടും. ഇതില് മെയിൽ പാർട്ട്ണർ, ഈ പേഷ്യന്റിന്റെ മെയിൽ പാർട്ട്ണർ ജുവനൈൽ DM ഉള്ളൊരു കേസായിരുന്നു. എപ്പോഴും ആള് അൺവില്ലിംഗ് ടു ടേക്ക് മെഡിസിൻ, അങ്ങനത്തെ ഒരു പേഷ്യന്റ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മെഡിസിൻ കൊടുക്കാൻ രോഗിയെ കാണണ്ടേ, രോഗി വരില്ല. എങ്കിലും സൂത്രമൊക്കെ പറഞ്ഞ് യുഹിംബിനം ടിഞ്ചറും യുറേനിയം നൈട്രിക്കം 3x കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയി കൊടുത്തു. മൊത്തത്തില് ആളുടെ മൈൻഡ് നോക്കിയപ്പോൾ സ്റ്റാഫിസാഗ്രിയാണ് വന്നത്. അപ്പൊ സ്റ്റാഫിസാഗ്രിയ ഹയർ പൊട്ടൻസി ഗിവൻ. അത് ഈ പേഷ്യന്റിന് സെയിം മെയിൽ പാർട്ട്ണർ തന്നെ, അതിലാണ് ആ കേസ് പോസിറ്റീവ് ആയത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം ചേഞ്ച് ആയി. ഇപ്പോൾ ഉള്ള കേസുകൾ മൊത്തം അമിനോറിയാണ്. ഒന്നുകിൽ അമിനോറിയ, അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പീരീഡ്സ് വരാതിരിക്കുക, തൈറോയിഡ് പ്രോബ്ലംസ്, ഇങ്ങനെ കണ്ടമാനം കേസുകൾ കുട്ടികളിൽ തന്നെ പ്രോബ്ലംസ് വരുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. മേ ബി ഡ്യൂ ടു ദർ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആൻഡ് ഹാബിറ്റ്സ്. അതില് കൃത്യമായിട്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് മെൻസസ് വരുന്ന ലേഡീസ് തന്നെ കുറവാണ്. അടുത്ത കേസ് ഞാൻ പറയുന്നത് ഒരു അൺമാരീഡ് 23 years ലേഡിയാണ്. ഇപ്പോൾ ഈ പേഷ്യൻസിനെ കുറിച്ച് ഒരു മിനിറ്റ് പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഗൂഗിൾ നോക്കി ഭയങ്കര ടെൻഷനായിട്ടാണ് വരിക. ഇന്ന് തന്നെ ഒരു കേസ് അമിനോറിയ
ആയിട്ടുള്ളൂ, ഒരു 4 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും അത് PCOS ആണോ? ഇനി PCOS PCOD തന്നെയാണ് രോഗികൾ നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുണ്ടെങ്കിൽ, എനിക്ക് കുട്ടികൾ ഉണ്ടാവുമോ? അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണത്. അപ്പോൾ ഇഷ്ടം പോലെ കേസുകൾ അമിനോറിയായിട്ട് വരും. അതുപോലത്തെ ഒരു കേസാണ്. ഇതുപോലെ കുറേ ടെൻഷനൊക്കെ കഴിഞ്ഞ് മെഡിസിൻ കൊടുത്തൊരു കേസ്. 23 years ലേഡി, അൺമാരീഡ്. ഈ മെൻസ്ട്രൽ ഹിസ്റ്ററി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ് മാത്രം 2019, 2020 ഓൺലി വൺസ്, 2021 ഒറ്റ പ്രാവശ്യം മാത്രം പീരീഡ് വന്നുള്ളൂ. ഇതില് ഈ കേസ് ടിപ്പിക്കൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വന്ന മെഡിസിൻ കൽക്കേരിയ ഫോസ് ആയിരുന്നു. ഞാൻ കൽക്കേരിയ ഫോസ് ഹയർ പൊട്ടൻസി, അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ സെനേഷ്യോ ടിഞ്ചർ ഇത് കൊടുത്തു. ഒരു 2022 പീരീഡ്സ് റെഗുലറായി. ദെൻ റീവിസിറ്റ്, കുറച്ച് ചേഞ്ചസ് മാത്രം, ഒരു 10 days 7 days മാത്രം പീരീഡ്സ് ലേറ്റ് ആയിക്കൊണ്ടിരുന്നു. ദെൻ ഐ ഹാവ് ഗിവൺ പൾസെറ്റില സിംഗിൾ ഡോസ്. ഇതിലെ തമാശ എന്താണെന്നുണ്ടെങ്കിൽ, പീരീഡ്സ് റെഗുലറായി, കുട്ടി അൺമാരീഡ് ആണ്. നെക്സ്റ്റ് ഒരു 2 weeksനകത്ത് കല്യാണമായി. ഒക്ടോബർ 23 കല്യാണമായി. അത് കഴിഞ്ഞ് ആഫ്റ്റർ 2 months പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഓൺലി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസും ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും. വേറെ ഒരു മെഡിസിനും ഈ കേസിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. സെനേഷ്യോ കുറച്ച് കണ്ടിന്യൂ ചെയ്തു. ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ സിംഗിൾ ടൈം മാത്രം പൾസെറ്റില കൊടുത്തു. പക്ഷെ പൾസെറ്റില കൊടുത്തത് ഹയർ പൊട്ടൻസി ആയിരുന്നു. കേസ് നമ്പർ 3, സോൾസെ പ്രൈമറി ഇൻഫെർട്ടിലിറ്റി. ഇത് പ്രൈമറി എന്ന് പറഞ്ഞാലും ഇത് ഒരു കമ്പൈൻഡ് ഇൻഫെർട്ടിലിറ്റി. മാരീഡ് ഫോർ 7 years, ലിവിങ് ടുഗദർനെസ് 7 years, നോ ഇഷ്യൂസ്. ഈ കമ്പൈൻഡ് ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്കറിയാം, ഓരോ പാർട്ട്ണറിനും പേഴ്സണലായിട്ട് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഓൺ ഇൻവെസ്റ്റിഗേഷൻ ഹസ്ബൻഡ് നോർമൽ, വൈഫ് നോർമൽ, ഹിസ്റ്ററി, ഹോർമോണൽ എല്ലാം നോർമൽ. എനി പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോയെന്നറിയാൻ നമ്മൾ ടോർച്ച് എന്ന് പറഞ്ഞ പാനൽ അത് ടെസ്റ്റ് ചെയ്തു. ഒക്കെ നെഗറ്റീവാണ്. ഇവര് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത് ആഫ്റ്റർ 3 IUI ആൻഡ് 3 IVF. ഇപ്പം ഈ കമ്പൈൻ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെയാകുമ്പോൾ പേഷ്യൻസിന് തന്നെ ഒരു നിരാശ വരും. ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഇനി ഞാൻ ഇപ്പം ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചിട്ട് എന്താവാനാ? എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അങ്ങനെ സിമ്പിളായിട്ട് മെഡിസിൻ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓവറിനും. ഇത്രയും എനിക്ക് ഐഡിയ തോന്നിയുള്ളൂ. അതായത് പിറ്റ്യൂട്ടറിയും ഓവറിയും ഒന്നും നമ്മൾ ഉത്തേജിപ്പിക്കുക. അങ്ങനെ പിറ്റ്യൂട്ടറിനും 3X ഓവറിനും സ്റ്റാർട്ട് ചെയ്തു, ഓവറിനും 1M. ഇത് ഒരു 2 to 3 months കണ്ടിന്യൂ ചെയ്തു. അതിനിടയിൽ പേഷ്യൻറ്റിന് ഒരു സിംറ്റം മാത്രമാണ് മെഡിസിൻ കൊടുക്കേണ്ടി വന്നത്, ഹെവി ല്യൂക്കോറിയ. റണ്ണിങ് ഡൗൺ തൈസ് എന്നുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ലൈക്ക് ബോയിൽഡ് സ്റ്റാർച്ച്. അങ്ങനെ വന്നപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്ത മെഡിസിൻ ബോറാക്സ് ആയിരുന്നു. അപ്പോൾ ഈ ബോറാക്സ് ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി
ഫോർ ഇൻഡ്യൂസിങ് ഓവുലേഷൻ. അങ്ങനെ ബോറാക്സ് 10 കൊടുത്തു. നെക്സ്റ്റ് മന്തിൽ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായി. അതുപോലെ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈലും ചേഞ്ചസ് ഒക്കെയാണെന്ന്. അതുപോലെ ഇഷ്ടം പോലെ കാണുന്ന കേസാണ് ഓവേറിയൻ സിസ്റ്റം along with hydrosalpinx. ഇതും ഒരു അൺമാരീഡ് ലേഡി, 22 years. Only symptom was presenting illness. Symptom was left-sided colic, severe vomiting, dysmenorrhea. Pain aggravated by the flow. And pain extends to back and both legs. നിവർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ട്, 2 കാലിലോട്ടും അതുപോലെ ബാക്കിലോട്ടും പെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ കുറച്ച് നല്ലോണം ബെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ പെയിൻ വളരെ കുറവ് കിട്ടും, റിലീവ് ആവും. ഈ ലേഡിയുടെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് റെഗുലർ പീരിയഡ്സ് അപ് ടു 2022, 3 days of bleeding in 28 days. അപ്പൊ USG ചെയ്തു. USGയിൽ കണ്ടത് ഓവേറിയൻ സിസ്റ്റും ലെഫ്റ്റ് ഹൈഡ്രോസാൽപിങ്സും. ഇതിലെ മെൻസ്ട്രൽ ഹിസ്റ്ററി ഓൾമോസ്റ്റ് അതുവരെ 2022 വരെ റെഗുലർ ആയിരുന്നു. ഇപ്പോൾ റെഗുലർ ആയിരുന്ന ഒരു കേസിൽ ഇടയ്ക്ക് നമുക്ക് സ്പോട്ടിങ് അതുപോലെ ഇടയ്ക്ക് ചേഞ്ചസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. 2023 ഓൺലി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ദെൻ 2024 പീരീഡ്സ് ലോങ് ലാസ്റ്റിംഗ്, 1st January to February 16, followed by spotting, ever changing, then again spotting, again severe flow, then 3 days of bleeding. ഇങ്ങനെയായിരുന്നു മെൻസ്ട്രൽ ഹിസ്റ്ററി. പക്ഷേ അതുവരെ ഡിസ്മെനോറിയ ഇല്ലാത്തൊരു കേസിൽ ഡിസ്മെനോറിയ വരുമ്പോൾ നമ്മൾ എന്തായാലും അപ്പം തന്നെ USGയോ അല്ലെങ്കിൽ CECTയോ, ഇപ്പം ചില കേസൊന്നും USGയിൽ കിട്ടുകയില്ല. അപ്പം നമ്മൾ CECT അല്ലെങ്കിൽ MRI എന്തെങ്കിലും ചെയ്യണം. ഇത് പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് ഇതിൽ കിട്ടി. മെഡിസിൻ കൊടുത്തത് പെയിൻ എക്സ്റ്റെൻഡിങ് ടു ലെഗ്സ് എന്ന കേസിൽ ആയതുകൊണ്ട് നമ്മൾ പാലിയേറ്റീവായിട്ട് ടിഞ്ചർ തന്നെ ആദ്യം കൊടുത്തത്. സാന്തോസൈലം ടിഞ്ചറും വൈബർണം ഒപ്പുലസ് ടിഞ്ചറും രണ്ടും കൊടുത്തു. അതിൻ്റെ കൂടെ ലെഫ്റ്റ് സൈഡഡ് കോളിക്, ദെൻ സിവിയർ ഡിസ്മെനോറിയ, തൂജ 10 ആണ് ഹയർ പൊട്ടൻസി കൊടുത്തത്. ഈ ഇൻഫെക്ഷനൊക്കെ ഇപ്പോൾ ഓവേറിയൻ സിസ്റ്റ് ഇൻഫെക്ഷൻ അതിലൊക്കെ ഹിസ്റ്ററി ഓഫ് കോൺസ്റ്റിപ്പേഷനും ഇറഗുലർ പീരീഡ്സും പിന്നെ ചെറുതായിട്ട് എനിക്കിതിൽ മൈൻഡ് കിട്ടിയത് ആകെ ഒരു ടി ഡിസ്പെപ്സിയ മാത്രമേ കിട്ടിയുള്ളൂ. ചായ കുടിക്കുമ്പോൾ എപ്പോഴും കംപ്ലൈൻറ്റ്. അങ്ങനെയാണ് ഞാൻ തൂജ സെലക്ട് ചെയ്യാൻ കാരണം. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് റിലീഫായി. ഒരു 2-3 ഡോസ് കൊടുത്തപ്പോഴേക്കും തന്നെ പെയിൻ റിലീഫായി. അതുപോലെ നെക്സ്റ്റ് സ്കാനിങ്ങിൽ ഓവേറിയൻ സിസ്റ്റം ഹൈഡ്രോസാൽപിങ്സ് ഒരു USG ഒരു 2.4 into 3.8 ആണ് ഹൈഡ്രോസാൽപിങ്സ് കണ്ടത്. അതിൽ ഫ്ലൂയിഡ് ലെവൽ കണ്ടത്. ഓവേറിയൻ സിസ്റ്റ് ഒരു 6 into 5 centimeter. ഇത് ഈ മെഡിസിൻ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഡിസപ്പിയർ ചെയ്തു. എന്നിട്ട് ആഫ്റ്റർ മാരേജ് ഉടനെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായി. ഈ ഓവേറിയൻ സിസ്റ്റം അതുപോലെ ഹൈഡ്രോസാൽപിങ്സും ഒരു ഇൻഫെക്ഷൻ്റെ ബേസ് ആയതുകൊണ്ട് ഈ തൂജ നല്ല റിസൾട്ട്, എനിക്ക് ഒരുപാട് കേസിൽ ഇങ്ങനത്തെ കേസിൽ തൂജ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
അത് ബ്ലൈൻഡായിട്ട് നമുക്ക് കുറച്ച് സിംറ്റംസ് മാത്രം ഉള്ളെങ്കിലും തൂജ കൊടുക്കാം. ഇതിൻ്റെ കൂടെ റിക്കറൻറ്റ് UTI വരുമ്പോഴും തൂജ ഒരു നല്ല റെമഡിയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്മെനോറിയ കേസുകൾ കൂടി വരികയാണ്. ഈ ഡിസ്മെനോറിയ ഒരു ഏജ് വരെ നോർമലി പീരീഡ്സ് കണ്ടിന്യൂ ചെയ്തു പോണു. ഫോളോഡ് ബൈ സിവിയർ ഡിസ്മെനോറിയ ആണെങ്കിൽ ഒരു 35 ഇയേഴ്സ് ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആണെങ്കിൽ, ആഫ്റ്റർ ഡെലിവറി അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമുക്ക് എന്തായാലും സംശയിക്കാവുന്നത് അഡിനോമയോമ. അഡിനോമയോമ നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. 90% കേസും പ്രസന്റ് ചെയ്യുന്നത് സിവിയർ ഡിസ്മെനോറിയ ആയിട്ടായിരിക്കും. ചില കേസിൽ മാത്രം റിക്കറൻറ്റ് UTI അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരും. കോളിക്, നമ്മുടെ സിംസിഫ്യൂഗയുടെ ബ്ലീഡിങ് പോലെ പെയിൻ്റെ കൂടെ തന്നെ സിവിയർ ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അഡിനോമയോമ കേസിലും ഒരു 3-4 കേസിലല്ല, അതിൽ കൂടുതൽ ഞാൻ തൂജ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് കാൽക്കേരിയ കാർബോ 30, കാൽക്കേരിയ ഫ്ലോർ, പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് ടിഞ്ചേഴ്സ് അക്കോർഡിംഗ് ടു സിംറ്റംസ്. കൂടുതലായിട്ട് ഇപ്പോൾ സബൈനയുടെ പെയിൻ അങ്ങനെയാണെങ്കിൽ സബൈന, അങ്ങനെ നമുക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്താലും ഈ അഡിനോമയോസിസിൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നെക്സ്റ്റ്, ഇപ്പോൾ അടുത്ത പ്രോബ്ലം മോഡേൺ മെഡിസിനിലൊക്കെ നമുക്ക് വളരെയധികം IVF പോലും ഫെയിലാവുന്ന ഒരു സംഭവമാണ് ലോ AMH. AMH അവർക്ക് മെഡിസിൻ ഇപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു സാറ് വളരെയധികം, ഒരു ഗൈനക്കോളജിസ്റ്റ് വളരെയധികം ഇതിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ലോ AMH ഒന്നും ഒരിക്കലും ക്ലിയർ ആവാൻ പോകുന്നില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് ലോ AMH മോഡേൺ മെഡിസിനിൽ. നമുക്ക് പക്ഷേ അതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഒരു കേസ് പറയുകയാണെങ്കിൽ ലേഡി 32 ഇയേഴ്സും മെയിൽ 41 ഇയേഴ്സും, ലിവിങ് ടുഗദർ 8 ഇയേഴ്സ് തന്നെ. ഹസ്ബൻഡ്, നമ്മളിപ്പോൾ ഒക്യുപ്പേഷൻ ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ശാന്തി, അമ്പലത്തിലൊക്കെ പൂജ നടത്തുന്ന ശാന്തിയാണ്. വൈഫ് ഹൗസ് വൈഫ്. ഈ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഇവരെ 2 IUI ചെയ്തിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അത് ഒരിക്കലും തന്നെ ലോ AMH 1 ആണ് അവർക്കുണ്ടായിരുന്നത്. 1ൽ നിന്ന് ഒരിക്കലും അത് കൂടിയിട്ടുണ്ടായില്ല. റെഗുലർ പീരീഡ്സ് ആയിരുന്നു ഈ ലേഡിക്ക്, ഓവുലേഷൻ 12th ഡേ. ഇതൊഴികെ ഈ ലോ AMH എന്നുള്ളതല്ലാതെ അവർക്ക് യാതൊരു വേറെ പ്രോബ്ലംസും ഉണ്ടായിരുന്നില്ല. ഈ AMHനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 0.5 ആണെങ്കിൽ പുവർ റെസ്പോൺസ് തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ കേസുകളിലും മെഡിസിൻ കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ AMH കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. അതേസമയം ഈ ലേഡിയുടെ 0.5 to 1 ആണ്. അങ്ങനെ വരുമ്പോൾ ഓവേറിയൻ റിസർവ് അതിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇതിൽ സിംറ്റംസ്, അതേസമയം ഈ സിംറ്റംസ് നമുക്ക് നോക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുത്താൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ. ഇപ്പൊ ഈ പേഷ്യൻ്റ് ഉണ്ടായിരുന്ന 2-3 സിംറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയുമ്പോൾ തന്നെ മെഡിസിൻ അറിയാൻ പറ്റും. ഹൈലി ഇമോഷണൽ, വീപ്സ് വെരി ഈസിലി. അതുപോലെ ഈവനിങ് ആകുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കര പേടി, ഫിയേഴ്സ് ഇൻ ദ ഈവനിങ് ടു ബി അലോൺ. ദെൻ ഫിയേഴ്സ് ഓപ്പോസിറ്റ് സെക്സ്. അതിൻ്റെ കൂടെ GI സിംറ്റംസ്, അവേഷൻ ഫാറ്റ്, ഫ്ലാറ്റ്ലൻ, കോളിക് എറ്റ്സെട്ര, ബെറ്റർ ഓപ്പൺ എയർ. അങ്ങനെ അവർക്ക് മെഡിസിൻ കൊടുത്തത് പൾസെറ്റില്ല.
Pulsatilla I have given higher potency, Pulsatilla 10M followed by CM. അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ സിംറ്റംസ് യാതൊന്നുമില്ല. പീരീഡ്സ് റെഗുലർ. I have given pituitrinum 1M. 1M ഒരു 1 month ഞാനത് എല്ലാ നൈറ്റിലും കൊടുത്തു. ഓവറി 3x കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. നൗ പ്രഗ്നൻസി കണ്ടിന്യൂയിങ്. ബീറ്റ HCG നെക്സ്റ്റ് ടൈം തന്നെ 7343. അറ്റ് ദാറ്റ് ടൈം പ്രഗ്നൻസി ആയപ്പോൾ എനിക്ക് കറക്റ്റ് അതിൻ്റെ ഡാറ്റ കിട്ടാൻ വേണ്ടി AMH നോക്കിയപ്പോൾ AMH 1 ആയിരുന്നു, 1.42 ആയിരുന്നു, 3.3. പ്രഗ്നൻസി became പോസിറ്റീവ്. ഇപ്പോൾ AMH നമുക്ക് അതിൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ കേസിലും ഇൻഫെർട്ടിലിറ്റി കേസിൽ നമുക്ക് ഓവേറിയൻ റിസർവ്, ഫീമെയിൽ സൈഡാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമുക്ക് ടു അസസ് ഓവേറിയൻ റിസർവ്. അതുപോലെ നമുക്ക് ഈ ഓവേറിയൻ റെസ്പോൺസീവ്നെസ് ഫോർ ദി ആസ് ദ പാർട്ട് ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എത്ര റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, AMH എത്ര കൂടുന്നുണ്ട്, അത് നമുക്ക് അതിപ്പോൾ ഈ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് പ്രോട്ടോക്കോൾ വെച്ചിട്ടായാലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലായാലും ഇതിടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കുന്നത് നമുക്ക് നന്നായിരിക്കും. പിന്നെ മെനപ്പോസൽ സ്റ്റാറ്റസ്. ഇപ്പോൾ ചില കേസിൽ IVF ഒക്കെ ചെയ്യുമ്പോൾ അവർ മെനപ്പോസൽ സ്റ്റാറ്റസും കൂടെ നോക്കി അതിൻ്റെ ആ ഡേറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് കുറേ ലേറ്റ് ആയവരിലൊക്കെ ഈ IVF ചെയ്യുന്നത്. അതിനും AMH വളരെയധികം നമുക്ക് സഹായകമാണ്. അതുപോലെ ടു ഫൈൻഡ് ഔട്ട് ദി പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ, ഓവേറിയൻ ഫെയിലിയർ ഉണ്ടോയെന്നറിയാം. അതുപോലെ PCOD ഉണ്ടോയെന്നറിയാം. ഓവേറിയൻ ഫങ്ഷൻ, ടു അസസ് ഓവേറിയൻ ഫങ്ഷൻ. അതുപോലെ ഇൻഫൻസിലെ ഇന്റർസെക്സ് കണ്ടീഷൻസ്, അതിന് നമുക്ക് AMH സഹായകമാണ്. ടെസ്റ്റിക്കുലാർ ഫങ്ഷൻ ഇതൊക്കെ അറിയാനായിട്ടും അങ്ങനെ ഒരുമാതിരി കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ ഗ്രാനുലോസ സെൽ ട്യൂമേഴ്സ് ഒക്കെ അസസ് ചെയ്യുമ്പോഴും AMH വളരെ കൂടിയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്ലിനിക്കൽ ആപ്ലിക്കേഷനും AMH വളരെ സഹായകമാണ്. അടുത്ത കേസ് ഞാൻ പറയുന്നത് അഡിനെക്സൽ കോംപ്ലക്സ് സിസ്റ്റിക് ലീഷൻ, വലിയൊരു ലീഷൻ ഓവറീസിൽ. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ സിസ്റ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൽ അഡിനെക്സൽ കോംപ്ലക്സ് ലീഷൻ വിത്ത് ഹൈഡ്രോസാൽപിങ്സ്. നമ്പർ 30. അത് സ്റ്റുഡൻ്റ് ആണ്, 28 years സ്റ്റുഡൻറ്റ്. ഇതുപോലെ തന്നെ പ്രസൻറ്റിംഗ് ഇൽനെസ്, പെയിൻ ഓൺലി ഇൻ ദ ലെഫ്റ്റ് ഹൈപ്പഗാസ്ട്രിയം. ഒറ്റ സിംറ്റം ഉണ്ടായിരുന്നുള്ളൂ, കോൺസ്റ്റിപ്പേറ്റഡ് ഫോർ 7 consecutive days. 7 ദിവസം കോൺസ്റ്റിപ്പേഷൻ, സിവിയർ ഡിസ്മെനോറിയ, പെയിൻ എക്സ്റ്റെൻഡ് ടു ബോത്ത് ലെഗ്സ്, മോർ പ്രൊഫ്യൂസ് ഫ്ലോ, മോർ പെയിൻ. അപ്പോൾ USG നോക്കുമ്പോൾ യൂട്രസ് നോർമൽ, എൻഡോമെട്രിയൽ തിക്നെസ് നോർമൽ, റൈറ്റ് ഓവറി നോർമൽ, ബട്ട് ലെഫ്റ്റ് ഓവറി endometrial cyst, minimal fluid in the pelvis, along with hydrosalpinx. Hydrosalpinx 18x12 millimeter. അത് കോൺസ്റ്റിപ്പേഷനിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തൂജ സെലക്ട് ചെയ്തു. തൂജ 10M വാസ് ഗിവൻ. പിന്നെ ടു അലീവിയേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി കൊടുത്തത് സാന്തോസൈലം ടിഞ്ചറാണ്. സാന്തോസൈലം ടിഞ്ചർ കൊടുത്തിട്ട് ഫോളോഡ് ബൈ അന്ന് ഉച്ചയായപ്പോഴേക്കും പെയിൻ കുറഞ്ഞില്ല. അഗെയിൻ ഐ സ്റ്റാർട്ടഡ് സിംസിഫ്യൂഗ ഡിവൈഡഡ് ഡോസിൽ 10M കൊടുത്തു.
പെയിൻ സബ്സൈഡഡ് വിത്തിൻ 1 day. മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. ഒറ്റ 3 weeks. കാരണം സ്റ്റുഡൻ്റ് ആണ്, അവർക്ക് പഠിക്കാനുള്ള റിസർച്ച് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ റീസ്കാൻ ടേക്കൺ ഓൺ ആഫ്റ്റർ 3 weeks became normal. I have given Tuja 10 7 doses. ഒരു സ്ട്രെച്ചിൽ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 6 months ഞാൻ ജസ്റ്റ് സ്കാൻ ചെയ്തു, വേറെ പ്രോബ്ലം ഒന്നുമില്ല, നോർമൽ. ഹൈഡ്രോസാൽപിങ്സ് എവറിത്തിങ് ഡിസപ്പിയർഡ്. അടുത്തൊരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആണ്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി, മാരിഡ് 5 years, ലിവിങ് ടുഗദർനെസ് 5 years. First pregnancy was on April 2024. In July 7/24, July missed abortion. USGയിൽ പറഞ്ഞിരുന്നത് ഏർലി പ്രഗ്നൻസി ഫെയിലിയർ. പേഷ്യൻ്റ് പ്രസൻറ്റിങ് സിംറ്റംസ് ഇത്ര ഉണ്ടായുള്ളൂ. റിക്കറൻറ്റ് UTI. ഒരേ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും ഒരേ കമ്പൈൻ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പേഷ്യൻറ്റിന്. അപ്പോൾ ജസ്റ്റ് അക്യൂട്ട് സ്റ്റേജ് കവർ ചെയ്യാൻ വേണ്ടി റിക്കറൻറ്റ് UTI ആയതുകൊണ്ട് ഇക്യൂസെറ്റം ടിഞ്ചർ along with Cantharis കൊടുത്തു. Then after 2 to 3 weeks UTI എല്ലാം ക്ലിയർ ആയി. ജസ്റ്റ് അവരുടെ കൊണ്ടുവന്ന റിപ്പോർട്ട്സിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അഗെയിൻ അവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ റുബെല്ല IgG പോസിറ്റീവ്, ഹിസ്റ്ററി, പാസ്റ്റ് ഇൻഫെക്ഷൻ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ AMH അതുപോലെ തന്നെ 0.375. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ കേസ് നോക്കുമ്പോൾ വേറെ ഒരു സിംറ്റമും ഇല്ല. ഓൺലി 3rd month അബോർഷൻ, UTI, ലോ ബാക്ക് ഏക്ക് അസോസിയേറ്റ് വിത്ത് ലോ AMH. ജസ്റ്റ് ആ 3rd month അബോർഷൻ, ഈ അബോർഷൻ വന്നപ്പോഴുള്ള ക്യാരക്ടറിസ്റ്റിക് പെയിൻ വെച്ചിട്ട് ഐ പ്രിസ്ക്രൈബ് സബൈന 200 followed by 1 ml. Then AMH clear ആക്കാൻ വേണ്ടി I started at first pituitarium 3x, ovarium 3x, followed by 1 ml, reached up to ovarium 10 ml വരെ കൊടുത്തു. ഓരോ ചേഞ്ചസ് വന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നോക്കുമ്പോൾ തന്നെ AMH 0.4, സെപ്റ്റംബർ മീൻസ് 9th month AMH 1.9. പിന്നെ നോക്കേണ്ടി വന്നില്ല LMP. നെക്സ്റ്റ് നവംബറിൽ LMP പ്രഗ്നൻസി വാസ് പോസിറ്റീവ്. പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റി, ഇതിൻ്റെ കൂടെ ഒരുപാട് പാർട്ട്നേഴ്സിനൊന്നും എനിക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റി ചെയ്യേണ്ടി വന്നിട്ടില്ല. കൂടുതലും ലേഡീസ് കേസുകളായിരുന്നു. എങ്കിലും കുറച്ച് കേസുകളൊക്കെ എനിക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് കൂടുതലായിട്ടും എസ്തീനോസ്പെർമിയ അസോസിയേറ്റ് വരുന്ന കേസുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻസ് കൂടുതലും ഇതിനും മൈൻഡ് തന്നെയാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളത്. മൈൻഡ് സിംറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ പ്രധാനം. നമ്മുടെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും നമുക്ക് കൊടുക്കാം. ലൈക്കോപോഡിയം, നക്സ്,
ഫോസ്ഫറസ്, ദെൻ സബാൽ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഒനസ്മോഡിയം ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി ഫോർ ദിസ് വൺ. എസ്തിനോസ്പെർമിയ ആൻഡ് ഫിയർ, അതുപോലെ ഒരു താല്പര്യമില്ലാത്തതിന് ഒനസ്മോഡിയം നല്ല റെമഡിയാണ്. അതുപോലെ നമുക്ക് ഇന്റർകറന്റ് ആയിട്ട് പിറ്റ്യൂട്ടറിൻ ഹയർ പൊട്ടൻസി കൊടുക്കാം, ബറൈറ്റാകാർബ് ഹയർ പൊട്ടൻസി, ലെസിത്തിൻ, സബാൾ സെറിലേറ്റ, ഹൈപ്പോതലാമസ്, തൈറോയിഡിനും, ഇതൊക്കെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള റെമഡീസ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കംപ്ലൈൻ്റ് ആണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയിൽ മിക്കവാറും കേസുകളിൽ മിക്കവാറും സെക്കൻഡറി അമിനോറിയ പോലെയായിരിക്കും കേസസ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് ആബ്സെൻസ് ഓഫ് പീരീഡ്സ് മെൻസസ് ഇൻ എ പ്രീവിയസ്ലി നോർമലി മെൻസ്ട്രുവേറ്റിംഗ് വുമൺ. നമ്മളതിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സെക്കൻഡറി അമിനോറിയ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് കൊണ്ട് തന്നെ വരുന്നത് കണ്ടിട്ടുണ്ട്. കോൺട്രസെപ്റ്റീവ് പിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, മാൽന്യൂട്രീഷൻ, ദെൻ ഡെഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജൻ ബൈ ദി ഓവറീസ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ഒന്നുകിൽ സ്ലോ ആവുക, അല്ലെങ്കിൽ ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ റിലീസ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കേസിലും നമുക്ക് സെക്കൻഡറി അമിനോറിയ വരാം. പിന്നെ നമുക്കറിയാം കൺജനിറ്റൽ ആബ്സെൻസ് ഓഫ് യൂട്രസ് ആൻഡ് ഓവറീസ്. ഈ എല്ലാ ഇൻഫെർട്ടിലിറ്റി കേസുകളിലും ഒരുപാട് കേസുകളിൽ സെക്കൻഡറി അമിനോറിയ തന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ചു കാലം കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിച്ചു, പിന്നെ വരുന്നതൊക്കെ റിക്കറന്റ് അബോർഷൻ, അങ്ങനെയായിട്ടുള്ള കേസുകളും ഒരുപാടുണ്ട്. പിന്നെ ചെറിയ വല്ല സിസ്റ്റിനൊക്കെ വേണ്ടി കോട്ടറൈസേഷൻ, അല്ലെങ്കിൽ ലേസർ തെറാപ്പി, കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയുള്ള കേസുകൾ ഓവറിൻ സിസ്റ്റിനൊക്കെ വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടും അങ്ങനത്തെ കേസുകളിലും സെക്കൻഡറി അമിനോറിയ കാണാറുണ്ട്. അപ്പോൾ നമ്മളതിൽ മെയിനായിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനെ കുറിച്ച്, ഹെൽത്ത് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വരാം. പിന്നെ യു ഹാവ് ടു ചെക്ക് ഫോർ അയൺ ഡെഫിഷ്യൻസി അനീമിയ കൊണ്ട് അങ്ങനെ വരാം. പിന്നെ കാൽഷ്യം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പിന്നെ തൈറോയിഡ് ആൻഡ് പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സ്. നമുക്കിതൊക്കെ ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ യു എസ് ജി ചെയ്യാം, or to exclude PCOS or other pathological conditions. പിന്നെ പ്രൊലാക്റ്റിൻ കൂടിയാലും ഈ സെക്കൻഡറി അമിനോറിയ വരാം. കോർട്ടിസോൾ, FSH ഒക്കെ നമുക്കറിയാം ഓവുലേഷന് കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ FSH ചെക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് മൈൻഡ് നോക്കിയാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, മെഡിസിൻസ്. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യാം, ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്ററോൺ ഫ്രം അഡ്രിനൽസ് അത് ചെക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റിയിൽ സെക്കൻഡറി അമിനോറിയ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ കേസിലും നമുക്ക് ഐതർ ഒബേസിറ്റി ആയാലും റെഡ്യൂസ് ഒബേസിറ്റി, റെഗുലർ എക്സസൈസസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ എല്ലാ കേസിലും നമുക്ക് പേഷ്യൻറ്റിനോട് പറയേണ്ട കാര്യം സ്ട്രെസ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കൗൺസിലിംഗ് പോലെ അവർക്ക് കൊടുത്ത് ആണ് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സൊക്കെ കുറച്ച് ആ ലെവലിൽ മെഡിസിൻ കൊടുക്കുമ്പോഴേ
മെഡിസിൻ നല്ല രീതിക്ക് നമുക്ക് ആക്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ 8 വർഷം 9 വർഷമൊക്കെ പല ട്രീറ്റ്മെന്റും കഴിഞ്ഞ് വരുമ്പോൾ നാച്ചുറലി അവര് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടാണല്ലോ വരിക. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടോണിക് പോലെ സെക്കൻഡറി അമിനോറി ആയാലും ഇൻഫെർട്ടിലിറ്റി ആയാലും ഫീമെയിൽ പാർട്ട്ണറിന് പ്രോബ്ലംസ് നമുക്ക് ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടോണിക് പോലെ നമുക്ക് ടിഞ്ചേഴ്സ് കൊടുക്കാം. ആൽഫ, എലക്ട്രിസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെൻസസ് ഇറഗുലർ ആവുന്ന നമുക്ക് എബ്രോമ ഗ്രൂപ്പ് കൊടുക്കാം. ഏർലി മെനപ്പോസ് എന്നുള്ളത് വെച്ചിട്ട് എബ്രോമ ടിഞ്ചർ കൊടുത്തിട്ട് റിസൾട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 34 വയസ്സിലൊക്കെ ഏർലി മെനപ്പോസ് പോലെ വന്നിട്ട് എബ്രോമ, ദെൻ എബ്സിന്തിയം, സെനേഷ്യോ, കാരിക്ക പപ്പായ. ഞാൻ മിക്കവാറും കേസുകളിലൊക്കെ ഇതിലേതെങ്കിലും ഒരു ടിഞ്ചറൊക്കെ മറ്റേ പ്രഗ്നൻസി ഫുൾ ടേം ആകുന്നത് വരെ കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഹെൽത്ത് അനീമിയ അതൊക്കെ ക്ലിയർ ചെയ്യാം അലോങ് വിത്ത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഗുണം ലഭിക്കും. പിന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും വരും. ലാക്ടേസസ്, ലൈക്കോപോഡിയം, തൈറോയിഡിനം, ഫോസ്ഫറസ്, ട്യൂബർക്കുലിനം, പ്ലാറ്റിന എല്ലാം തന്നെ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ഫലപ്രദമാണ്. പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ കുറച്ച് എളുപ്പം ടിപ്സ് പോലെ പറയുകയാണെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എവേഷൻ ടു കോയിറ്റസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒനസ്മോഡിയം ഗുഡ് റെമഡിയാണ്. ലൈക്കോപോഡിയം, ദെൻ ഡെഫിഷ്യന്റ് ഇറക്ഷൻസ്, അതിനും ഒനസ്മോഡിയം ഉപയോഗിക്കാം. ലോസ് ഓഫ് പവർ വിത്ത് സിവിയർ ബാക്ക് ഏക്ക്, അതിന് നല്ല റെമഡി കനാബിസ് ഇൻഡിക്കയാണ്. ഈ സിംഗിൾ സിംറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് പോസിറ്റീവായ കേസുകൾ ഒരുപാടുണ്ട്. പേഷ്യൻ്റ് എപ്പോഴും ഇറിറ്റബിൾ ആയിരിക്കും. നൈസ് റെമഡി സെലിനിയം, ദെൻ അവർ സ്റ്റാഫിസാഗ്രിയ, എപ്പോഴും തന്നെ UTI ആയിരിക്കും, അസോസിയേറ്റ് വിത്ത് UTI. സെപ്പിയ എല്ലാത്തിനും അവേർഷൻ, ഇൻഡിഫറൻസ് ആണ് സെപ്പിയ. സബാൾസെറിലേറ്റ കോമൺ ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ടിഞ്ചേഴ്സ് അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സബാൾസെറിലേറ്റ, ന്യൂഫാർ ലൂട്ടിയം, ട്രൈബ്യുലസ്, ഡാമിയാന, ദെൻ ആവിന സറ്റൈവ, അശ്വഗന്ധ, ഇതൊക്കെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ടോണിക്സ് ആയിട്ട് ഉപയോഗിക്കാം. കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ അബ്നോർമൽ സ്പേംസ് അത് കറക്റ്റ് ചെയ്യാൻ, ഡെഡ് സ്പേംസ് എപ്പോഴും കൂടുതലാണെങ്കിൽ അത് നോർമലിലേക്ക് അത് ചേഞ്ച് വരുത്താനും ഈ ടോണിക്കുകൾ നല്ലതാണ്. അതുപോലെ ഈ ഇമ്പോർട്ടൻസ് പോലത്തെ കേസുകളിൽ ഡിസയർ ലോസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കേസ്, അതുപോലെ ഡിസയർ ഡിമിനിഷ്ഡ് അങ്ങനത്തെ കേസുകളിൽ ഈ മെഡിസിൻസിൻ്റെ കൂടെ നമുക്ക് കറക്റ്റായിട്ട് മെൻ്റൽ സിംറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കുക. പേഷ്യൻസ് മിക്കവാറും ഇങ്ങനത്തെ കേസുകളൊക്കെ തുറന്നു പറയാത്ത ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടിപ്സ് പോലത്തെയൊക്കെ വെച്ചിട്ട് ഒറ്റ സിംറ്റമൊക്കെ വെച്ചിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. ജനറലി നമുക്ക് മൈൻഡ് വെച്ചിട്ട് കൊടുക്കാവുന്ന ഡ്രഗ്സ് തന്നെ ആൻസൈറ്റി, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആർജന്റൻ നൈട്രിക്കം, ദെൻ ലോസ് ഓഫ് കോൺഫിഡൻസ് വെച്ചിട്ട് അനാക്കാർഡിയം, പിന്നെ നമ്മുടെ കോമൺ റെമഡി
ആഗ്നസ് കാസ്റ്റസ്, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത റെമഡി ആഗ്നസ്. ദെൻ ട്രൈബുലസ്. സിങ്കം ഗ്രൂപ്പും നല്ല റെമഡീസ് ആണ്. സിങ്കം ഫോസ്, സിങ്കം മെറ്റ്, യോഹിംബിനം, ടോണിക് പോലെ തന്നെ നമുക്ക് കാലിബ്രോം. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എല്ലാം തന്നെ വരും. സ്റ്റാഫിസാഗ്രിയ, ഫോസ്ഫറസ്, തൂജ, നാട്രമ്യൂർ, ഇതൊക്കെ നമുക്ക് സിംറ്റം അനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത്രയൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങളുടെ റിസൾട്ട് കിട്ടിയ കുറച്ച് മെഡിസിൻസ് തന്നെ പറയാം. ഹോർമോണൽ ഇഷ്യൂസിന് വളരെയധികം റിസൾട്ടാണ്. പിന്നെന്താ, പിന്നെ ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് മൈൻഡ് കളക്ട് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിക്ക് തന്നെ കേസുകൾ പോസിറ്റീവ് ആക്കാൻ പറ്റും. ഏകദേശം സമയമായി തുടങ്ങി. നമുക്കിനിയിപ്പം ഡിസ്കഷനുള്ള 10 അതെ മിനിറ്റ് ഉണ്ട്. അതെ എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് ഡോക്ടർ നമുക്ക് എടുത്തു. ഇന്നെടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം, ഡോക്ടറോട് സംശയം ചോദിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ജോളി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിനെ കാണാനായിരിക്കും. ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാമല്ലോ, ഹോസ്റ്റ് ആണല്ലോ. ഡോക്ടറെ, ഡോക്ടറെ, ഓ നമസ്കാരം. ഇനി നമസ്കാരം. 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 ഇനി പറയാൻ മരുന്നൊന്നും ബാക്കിയില്ല കേട്ടോ, അത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ, PCOS AMH എങ്ങനെയാണ്? വളരെ നല്ല ക്ലാസ് കേട്ടോ. താങ്ക് യു. വളരെ നല്ലത്. PCOS AMHന്റെ ലെവൽ എങ്ങനെയാണ്? PCOS ആയാലും PCOD ആയാലും ഞാൻ AMHന്റെ ഇപ്പോ ഒരു ഒപ്റ്റിമൽ റേഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മെഡിസിൻ കൊടുക്കുന്നത്. ഹൈ റേഞ്ച് ആയിരിക്കും. അതെ. പക്ഷെ എബവ് 3-4 ഒക്കെ പോകുകയാണെങ്കിൽ, പക്ഷെ എനിക്ക് എന്നെ അനുഭവം ഉള്ളത് റേഞ്ച് കൂടി നിൽക്കണ ഉണ്ടല്ലോ, ഇപ്പൊ എബവ് 3, 4, 5 ഒക്കെ ഉള്ളത്, അത് പെട്ടെന്ന് കുറയാൻ കണ്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്താല്. പക്ഷേ കുറഞ്ഞതാണ് കൂടാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് കുറഞ്ഞതിന് നമ്മള് കുർക്കുമ ലോങ്ങ എല്ലാം കൊടുക്കൂന്ന് പറഞ്ഞു, അതാണോ? ശരിയാണോ? കുർക്കുമ ലോങ്ങയൊക്കെ കുറഞ്ഞതിന് ഞാൻ കുറഞ്ഞതിന് മറ്റേ ഞാൻ ഇതുവരെ അത് ഓവറിനും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. ഓക്കെ. എങ്ങനെയാണ് ഇത് കുറച്ചത്? അല്ല, കൂടി AMH എങ്ങനെയാണ് കുറച്ചത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടാണോ കുറച്ചത്? കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ കൂടെ ഓവറിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ പിറ്റ്യൂട്ടറിയും ഓവറിനും ഓവറിയുടെയും ഇത് വേണമല്ലോ, ഹോർമോൺസ് ആണല്ലോ. അപ്പൊ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ കൊടുക്കാറുണ്ട്, എലോങ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആണ്. വളരെ നല്ലതായിട്ടാ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ. താങ്ക് യു. ഡോക്ടർ, ഏതായാലും ഇന്നത്തെ IFPHന്റെ ഇംഗ്ലീഷ് സെക്ഷനിലും മലയാളം സെക്ഷൻ ജോലി ഡോക്ടർ എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സെക്ഷനിൽ ജോളി ഡോക്ടറും മലയാളത്തിൽ സുജാത ഡോക്ടറും, രണ്ടുപേരും തൃശ്ശൂർക്കാര് തന്നെ. അത് ശരിയാ, മറിയാം മേഡം കണ്ടുപിടിച്ചു. താങ്ക് യു. നമ്മളുടെ മാഡം അല്ലേ? താങ്ക് യു. അതെ താങ്ക് യു. മേഡം അതാ യൂണിറ്റി കണ്ടുപിടിച്ചു. അതെ. ഹോമിയോ ആശുപത്രിയിൽ എത്ര കുട്ടികളെ ഉണ്ടാക്കി, എത്ര കുട്ടികളെ ഞങ്ങൾ പത്രത്തിൽ കൊടുത്തു. കുട്ടികളെല്ലാവരെയും കൂടി ചേർത്തിട്ട് പത്രത്തിൽ കൊടുത്തു. അതാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. അത് ജോലി ഡോക്ടറുടെ ഒറ്റ എടുക്കൊണ്ടാന്ന് പത്രത്തില് പോയത്. അത് അവിടെ അത്രയും നന്നായിട്ട് അവിടെ ഇൻഫെക്റ്റ് നോക്കിയത് കൊണ്ടല്ലേ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയത്. മാഡത്തിനും ഉണ്ടല്ലേ? മാഡം
തൃശ്ശൂർ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ അല്ലേ? കുറച്ച് അതെ നാൾ അതെ ഒരുമിച്ച്, അതെ ജിയോ വളരെ ഡോക്ടർ കുറച്ച് ഞാനും നാള്. ഉം, ഉം. ഉം. എന്തായാലും നന്ദി ജോളി ഡോക്ടർ. പിന്നെ ഇന്നിപ്പോൾ ഷീല ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടർ ചോദിക്കാം. ആ, സുജാ ഡോക്ടറെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കൊരു താങ്ക് യു സംശയമുള്ളത്, ഡോക്ടർ, മാഡം താങ്ക് യു. ആ മാഡം ഈ തൂജ 10M കൊടുക്കാന്ന് പറഞ്ഞില്ലേ, ആ ഓക്കെ ഓക്കെ. ആ ഹൈഡ്രോസാൽപ്പിൻസിനൊക്കെ, ആ അത് 7 ഡോസ് കണ്ടിന്യൂസ് കൊടുത്തേ, അത് എങ്ങനെയാണ് 7 ഡോസ് അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റുമോ? 10M അങ്ങനെയാണെന്ന് പറയൂ. ഞാനത് അങ്ങനെ കൊടുത്ത് 1-2 അനുഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാ. അതായത് ഡെയിലി ഒരു ഡോസ് ആ വീതം അങ്ങനെ ഡെയിലി കൊടുക്കുമോ? ഡിവൈഡഡ് ഡോസിൽ കൊടുത്തു, ആ, ഓക്കെ ഓക്കെ. അങ്ങനെ കൊടുത്തു. പക്ഷെ ആ, എന്ന് വെച്ചാൽ അത് സ്റ്റുഡന്റ് ആയിരുന്നു മാഡം. അത് ആ, 21 ഡേയ്സ് ഇട്ട് അവർക്ക് വെക്കേഷൻ, മറ്റേ ക്ലാസ് എക്സാം, അതിന്റെ ഗ്യാപ്പിൽ ഈ ഹൈഡ്രോസാൽപിൻസ് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പണ്ടൊരു കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ. ഓക്കെ. അപ്പൊ ഞാൻ ഓർമ്മ വെച്ച് ആ സിംറ്റംസും കറക്റ്റ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡഡ് കോളിക്, ആ, പിന്നെ ഈ സംതിങ് ലിവിംഗ് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉം, എങ്കിലും 7 ഡേയ്സ് കോൺസ്റ്റിപ്പേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് കോൺസ്റ്റിപ്പേഷൻ. ഉം, അപ്പൊ ഞാൻ പെട്ടെന്ന് ആളുടെ ആ ഒരു ഒരു നോർമൽ കോംപ്ലക്ഷനും കണ്ടപ്പോ ഒരു തൂജ പോലെ തോന്നി, അങ്ങനെ കൊടുത്തതാ. പക്ഷെ ആഫ്റ്റർ 3 വീക്സ് സബ്സൈഡഡ്. ഓക്കെ. അത്ര സിവിയർ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായി കാണില്ല, കാരണം 12 മില്ലിമീറ്റർ അല്ലേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ചെയ്യേണ്ട, ഞാൻ എടുത്തു പറഞ്ഞത്, നമ്മൾ വീണ്ടും അത് USG ചെയ്ത് നോക്കണം. അങ്ങനത്തെ കേസിൽ എല്ലാ ഇൻഫെക്ഷനും അങ്ങനെ സബ്സൈഡ് ചെയ്തോളണം എന്നില്ല. കാരണം ഇപ്പൊ കണ്ടമാനം ഓവറിൻ സിസ്റ്റ് ഒക്കെ വരുന്നത് 12 × 13 സെന്റിമീറ്റേഴ്സ് ഒക്കെയാണ്. വളരെ വലിയ വലിയ ഓവറിൻ സിസ്റ്റാ. ടോഷൻ, ഞാൻ ഇന്നാള് 2 കേസാണ് സർജറിക്ക് വിട്ടത്, കാരണം ടോഷന് ചാൻസ് ആയിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസ് നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു 3 times USG ചെയ്തപ്പോഴും നോർമൽ, എവറിത്തിങ് നോർമൽ, ട്യൂബ് നോർമൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് എക്സാമിനേഷനും ചെയ്യിച്ചു. അപ്പൊ നമുക്കൊരു സമാധാനമായല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് വെച്ചിട്ടാന്നൊക്കെ പറയില്ലേ. അപ്പൊ അതും ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ തൂജ ഇറ്റ്സ് എ നൈസ് റെമഡി. ആ അങ്ങനെ വേറെ കോംപ്ലിക്കേഷൻസും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫ് ആയിട്ട് ഉപയോഗിക്കാം. താങ്ക് യു. അങ്ങനെ താങ്ക് യു. നന്ദി താങ്ക് യു. ഷീല ഡോക്ടറെ. ഇനി അടുത്തത് ഹരിഹരൻ സാർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. സാറ് അൺമ്യൂട്ട് ചെയ്യാം, കോഹോസ്റ്റ് ആണ്. ടീച്ചറുണ്ട്, ഭദ്രമ്മ ടീച്ചർ. ഹരിഹരൻ സാറ്, ഹരിഹരൻ സാറ്. സാറാണ്, കേൾക്കുന്നില്ല ഹലോ. സാറേ? ഇപ്പൊ നമസ്കാരം. കേൾക്കാമോ? ഇപ്പൊ നമസ്കാരം. കേൾക്കാം. വെരി ഗുഡ് ക്ലാസ്. ഐ എം താങ്ക് അപ്രീഷിയേറ്റിംഗ് യു, യു. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. ഡോക്ടറെ, ഈ റിട്രോവർട്ടഡ് യൂട്രസിന് ആ ആ കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാമോ? ഒരു ഉണ്ടാകും, ചോദ്യം. ഉണ്ടാകും. അങ്ങനെയുള്ള യൂട്രസിന് എന്ത് മെഡിസിൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കൊടുത്ത് അത് പരിചയമുണ്ട് സാറേ. ഞാൻ കൊടുത്തിട്ടുള്ളത് എലക്ട്രിസ് കൊടുത്തിട്ടുണ്ട്, എലക്ട്രിസ് ടിഞ്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ആഗ്യുവൻ പ്ലംബമെറ്റ്. പ്ലംബമെറ്റ് പൊട്ടൻസി കൊടുത്തു അല്ലേ? പൊട്ടൻസി കൊടുത്തിട്ടുണ്ട് 30. അലേട്രിസോ? ടിഞ്ചറാ കൊടുത്തത്, ടിഞ്ചർ. പിന്നെ സർ ഞാൻ അതിന്റെ കൂടെ ഒരു എക്സസൈസും കൂടെ പറഞ്ഞിരുന്നു. അതായത് എക്സസൈസും കൂടെ ചെയ്താലേ അത് ക്ലിയർ ആവുള്ളൂ. എക്സസൈസ് ഏതാണ്? നമുക്ക് നീ ചെസ്റ്റ് എക്സസൈസ് ചെയ്യാം, നീ ചെസ്റ്റ് എക്സസൈസസ്. മനസ്സിലായി. അത് ചെയ്യാം. അത് കഴിഞ്ഞ് അങ്ങനത്തെ കേസിൽ എനിക്ക് എൻ്റെ വേറൊരു ഫ്രണ്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു തന്നതാണ്, ഇവരുടെ ഈ ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോഴേ ഇവരോട് കമഴ്ന്ന് കിടക്കാൻ പറയുക. ഒരു ഇത്ര മണിക്കൂർ. ഇത് ഡെലിവറി ആയിട്ടില്ല, പ്രൈമിയാണ്, ഇൻഫെർട്ടിലിറ്റി കേസാണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ആ കേസിന് ഉള്ള അതാണ് ഈ നീ ചെസ്റ്റ് പൊസിഷൻ. എക്സസൈസ് എടുക്കാം. ഡെലിവറി കഴിഞ്ഞിട്ട് അവരോട് കുറച്ചു നേരം കമഴ്ന്ന് കിടക്കാനും പറയണം, അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോ RV പൊസിഷനിലോട്ട് പോകാതിരിക്കാൻ. ശരി, ഓക്കെ, താങ്ക് യു. നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം. എനിക്കിപ്പോ ഒരു കേസ് ഉണ്ട്. ഞാൻ 3 മാസമായിട്ട് മെഡിസിൻ കൊടുക്കുന്നു. അപ്പോ അമിനേറിയ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും
പ്രഗ്നന്റ് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാരണം ഈ റിട്രോവെർട്ടഡ് യൂട്രസ് ആണ്. ഞാനത് യു സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനാണ് ഞാൻ ഈ ചോദിച്ചത്. പിന്നെ സാർ മൈൻഡ് നോക്കി നമുക്ക് സെപ്പിയൊക്കെ കൊടുക്കാട്ടോ. അല്ല മൈൻഡ് അത് നോക്കിയിട്ട്. അല്ല അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ്. സെപ്പിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സെപ്പിയാണ് കൊടുക്കുന്നത്. അപ്പൊ ശരിയാവും സാറേ. ശരി ഓക്കെ, താങ്ക് യു. ശരിയാണ് സാറേ. നമുക്ക് ഇനിയിപ്പം സമയമായി. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഷീല ഡോക്ടർക്ക് നന്ദി പറയണേ. എന്റെ ഭദ്രമ്മ ടീച്ചറെ ടീച്ചറുണ്ട്. നമസ്കാരം. എന്റെ ഗുരുനാഥയും കൂടെയാണ്. ഞാൻ ടീച്ചറെ കണ്ടു ഇതിന്റെ ഇടയില്. ടീച്ചർ ഓക്കെ. ഇന്നിപ്പം ഈ പ്ലാറ്റ്ഫോമിൽ 2005 ഡേയില് IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്ലാസ്സും അതിനുള്ള മാനേജ്മെന്റും സ്ലൈഡ് ഷോ എല്ലാം കാണിച്ച ഡോക്ടർ സുജാത രഘുനാഥന് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഇനിയും മാഡത്തിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഇനി അധികം വൈകാതെ തന്നെ വീണ്ടും നല്ല കാരണം ഇത് ഇപ്പം വളരെ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി കേസൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ എനിക്കൊന്ന് ബിഗിനേഴ്സിന് ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന ക്ലാസ് ആണ്. കാരണം വിത്ത് എവിഡൻസ് ആണ് ഡോക്ടർ എല്ലാം തരുന്നത്. അപ്പൊ വീണ്ടും വരിക, നല്ല ക്ലാസ്. ഇത് മാത്രമാണോ മാഡം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതോ വേറെ കേസുകളും ഇങ്ങനെ ഉണ്ടാവുമോ? അതുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ തന്നെ വീണ്ടും ഞങ്ങൾക്ക് തരിക. അപ്പോൾ എൻ്റെ പേരിലും IFPHന്റെ പേരിലും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വിട്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും IFPHന്റെ പേരിലും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും മറിയാമ്മ ഡോക്ടർക്കും നന്ദി പറയുന്നു, ജോളി ഡോക്ടർക്കും, എല്ലാവർക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. നന്ദി ഷീല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ 2005 പ്രതിദിന സൂം വെബിനാർ സുജാത ഡോക്ടർ വളരെയധികം ഭംഗിയാക്കി. ഡോക്ടർക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഡോക്ടർ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വരണമെന്ന് ഷീല ഡോക്ടർ പറഞ്ഞ പോലെ ഞാനും അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ 2005 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും ശുഭരാത്രി. താങ്ക് യു.